നന്ദുച്ചേട്ടൻ സംസാരിച്ചതാണ്. എല്ലാ പടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ എത്ര പടങ്ങളായെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഗിന്നസ് ബുക്കിൽ കയറാറായെന്ന് തോന്നുന്നു. പക്ഷേ നന്ദുച്ചേട്ടൻ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കും, പുറത്തേക്ക് അങ്ങനെ ഒരു ഇതൊന്നും കാണിക്കാറില്ല. അതുപോലെ ശശിചേട്ടനും അങ്ങനെയാണ്, ബ്രദർ. പക്ഷെ നന്ദുച്ചേട്ടൻ ഒരു കോൺഫിഡൻസോട് കൂടി ഇത്രയും പടങ്ങൾ ചെയ്യുന്ന ഒരാള് മുമ്പിൽ വന്ന് നിന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. താങ്ക് യു നന്ദുച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ ഊഴമാണ്. നമ്മുടെ പ്രകമ്പനത്തെ പറ്റി എല്ലാം അറിഞ്ഞു, എങ്കിലും ചെറിയ ചെറിയ സംശയങ്ങൾ അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് ആവശ്യമുള്ളവർ കൈവെക്കുക. നമ്മുടെ സ്ഥിരം ചോദ്യകർത്താക്കളൊന്നും ഇല്ല ഇവിടെ. നിബിൻ വന്നോ? ഓ, മിടുക്കൻ. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം നദികുളി സുന്ദരി യമുന കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊരു സബ്ജക്റ്റാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അത്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി പരിപാടിയൊക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീഹരിനെ ഇൻവൈറ്റ് ചെയ്തത് ഈ പടത്തിലോട്ട്. അപ്പോൾ അത് ഏകദേശം എഴുതി കഴിഞ്ഞു. അതിൻ്റെ ബഡ്ജറ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. പിന്നെ അത് വളരെ അതിൻ്റെ നീക്കുപോക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് നീണ്ടു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും, അതിൻ്റെ ഇടയിൽ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി ഇതിൻ്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പല സമയങ്ങളായിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയും, സർവമായ എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ. രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. രതിൻ പല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ ഈ കഥ പറയാം. ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ശ്രീഹരി ബ്രോയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും. പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഓണാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. ശ്രീഹരി ബ്രോക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തു, എന്തായാലും ഈ പടം നമ്മളൊരു 6 മാസത്തിനുള്ളിൽ അല്ലേ, എഴുതി കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം ഈ പടം നമ്മൾ ഓണാക്കുമെന്ന് പറഞ്ഞു. അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ രൂപത്തിൽ ശ്രീതേട്ടനും അതുപോലെ സുധീഷേട്ടനും കാർത്തിക് സാറൊക്കെ വന്നുകൊണ്ട് അത് നടന്നു ഭംഗിയായി തന്നെ. ഞാൻ ഇവർ ഇരുത്തിക്കൊണ്ട് പറയല്ല, പ്രൊഡക്ഷൻ തന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടത്തിൻ്റെ വിജയം എന്ന് പറയാം. കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല. അത് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് മാത്രമേ പറയൂ. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുള്ളൂ. അത് ഒരു ഡയറക്ടേഴ്സ് സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു വല്ല മഹാഭാഗ്യമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പോയതെന്നല്ല, അടുത്ത പടം തരാൻ വേണ്ടി പറയുന്നതും അല്ല. ശ്രീതേട്ടനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നത് ഈ സമയം വരെ. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് പോലും തോളത്ത് കൈതട്ടി അതെല്ലാം ശരിയാവുന്നവരെ തട്ടി സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടിരിക്കുന്ന ഈ നവരസ ഫിലിംസ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. നമസ്കാരം. ഉറപ്പായിട്ടും. കാരണം പണി നമുക്കൊരു ലൈഫ് തന്നു, ഒരു വലിയൊരു വഴി തുറന്നു തന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിജയശേട്ടനും ശ്രീഹരിയും വന്ന് കഥ പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിനൊരു നട്ടല്. അപ്പം ഞാൻ അത് ഉറപ്പിച്ചു, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിക്കണം, നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു, ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. ഞാൻ അമീൻ്റെ അടുത്ത് പറയുന്നോടാ, ഈ സിനിമ ഞാൻ വിചാരിച്ചൊരിതുണ്ട്, ഇത് ഞാൻ വിചാരിച്ച ലെവലിൽ പോയില്ലെങ്കിൽ എൻ്റെ സിനിമയുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോവും. അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണമാണ്. അത് നിങ്ങളോടും കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത്. വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷ ഇത്തിരി കുറച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ പ്രതീക്ഷ ഭയങ്കര വലുതാണ് മനസ്സിൽ. ആ പ്രതീക്ഷ തെറ്റാതെ തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറയണം. കഥ പോയി പറഞ്ഞു, എപ്പോഴാണ് ഓക്കെ പറഞ്ഞതെന്നുള്ളത്
അല്ല, എൻ്റെ അടുത്ത് ഫസ്റ്റ് ഈ കഥ വന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞില്ല. അതിന് വേറൊരു റീസൺ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് എന്തായി വിജയ് പടം ഓണായോ, ഇല്ല നീ കൂടി വന്നാൽ അത് ഓണാവും. അപ്പം ശരി ഇന്നായി ഓണായി, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. അത് നീ ഒന്ന് പോയി. ഇല്ല എടാ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ വിചാരിക്കുന്നത് അങ്ങനത്തുള്ളൊരു പടമാണ്. ഒരിക്കലും ഇത് അങ്ങനത്തുള്ളൊരു പടമേ അല്ല. ഏതാ അല്ല അത് പടം ഒരിക്കലും അല്ല. അത് ജസ്റ്റ് ഒരു ആ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനത്തുള്ളൊരു പടമേ ഇല്ല. ഇതില്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചില ഫാമിലീസ് ഒക്കെ വിചാരിക്കും ഒരു ചിരി നോക്ക്. നല്ലൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചിട്ട് ഇത് ചിരിക്കുക. അതുകൊണ്ടൊരു ബന്ധമില്ല ഈ പടത്തിന്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മൾ ട്രയലർ കണ്ട് ട്രീസർ കണ്ട് നമ്മൾ അതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പലതും തോന്നുക. ഇപ്പോൾ ഗേ എന്നുള്ള ചോദ്യം വന്നു, ഇങ്ങനെ വരും. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഒരു പടത്തിനെ മറ്റുള്ള പടമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രailer കണ്ടുകൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ട. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. അടികപ്പേരെ കൂട്ടമണി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന രോമാഞ്ചത്തിൻ്റെ വരുന്നുണ്ട്. നല്ല സിനിമകളാണ് ഇതൊക്കെ, വരട്ടെ. അങ്ങനെ വരുന്നതിന് പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് പോകുന്നുള്ളത്. അത് നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്നു. അത് നിങ്ങളാണ് വിലയിരുത്തുന്നത്, പ്രേക്ഷകരായാലും നിങ്ങളാണ് അത് വിലയിരുത്തുന്നത്. രോമാഞ്ചത്തിൻ്റെ മുകളിലാണോ താഴെയാണെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും എൻ്റെ സിനിമയെ ഞാൻ എപ്പോഴും ഹൈ ആയിട്ടേ പറയുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ സിനിമ എപ്പോഴും പറയുന്നത് അതൊക്കെ മുകളിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന തീയതി അന്ന് തന്നെ ജിത്തു സാറിന്റെ പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നോർമലി എല്ലാവരും ചിലപ്പോൾ ഇതുപോലെ ഒരു വലിയ പടം ഇറങ്ങുമ്പോൾ കൂടെ ഇറക്കാനായിട്ടൊന്ന് പേടിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇറക്കാം എന്നരുത്. ഇതിപ്പോൾ എടുക്കുന്ന ഒരു നല്ല, കാരണം രണ്ട് ജോണറാണ്, രണ്ട് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങുമ്പോൾ തന്നെ കൂടെ ഇറക്കിയേക്കാം എന്നൊരു തോന്നുന്നുണ്ടാക്കാൻ? അതിപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. രണ്ട് ജോണറാണ് പടം ഇറങ്ങുന്നത്, ഈ ആഴ്ച തന്നെ ഇറങ്ങാൻ പോകുന്നത് അല്ലേ. പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു യൂത്ത് വൈബ് പടമാണ്. എന്നാൽ ഇപ്പോൾ യൂത്ത് വൈബ് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിനെയൊക്കെ അല്ലേ തിയേറ്ററിലേക്ക് കയറ്റാൻ പോകുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ രണ്ട് സിനിമകൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഒരു സേഫായിട്ട് പോകും. അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു പടം ഓപ്പോസിറ്റുള്ള നമ്മൾക്ക് നല്ലതാണ്, ബെറ്ററാണ്, ഒരു കുഴപ്പമില്ല, പേടിയില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു പടം വേണം ഓപ്പോസിറ്റ്. ഒറ്റയ്ക്കുള്ള നല്ല മനസ്സിന് സന്തോഷം, അല്ലെങ്കിൽ ഓക്കെ തോന്നുന്ന സ്ക്രിപ്റ്റുകൾ കിട്ടാത്തതുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള പരിപാടി പിടിക്കാത്തത്. നല്ല സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ അത് ചെയ്യും. പിന്നെ ഇത് നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ ഒരു ഗ്യാങ് ആകുമ്പോൾ അത് രസമാണ്. നമുക്കൊരു ഗിവ് ആൻഡ് ടേക്കിലൊക്കെ അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്, പ്രത്യേകിച്ച് കോമഡി. അപ്പം അങ്ങനെ നല്ല സബ്ജക്റ്റ് വന്നുകൊണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. വെളിപ്പെടുത്തടാ. ആ ഒരു പിക്ക് ഞാനും ഇന്നാണ് ശ്രദ്ധിക്കണത്. അത്ര മസിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതേ എന്ന് തോന്നുന്നത്. ഓക്കെ അല്ല, കഷ്ടപ്പെട്ടു. എനിക്ക് വലിയ ഈ പറഞ്ഞ ഞാൻ ഈ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഈ പടത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. കാരണം ഇതിനകത്ത് കുറേ കോമഡി എലമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ വിജയ് ചേട്ടാ ഈ സീൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണ ഗണപതിക്കൊക്കെ അത് ഒരുമിച്ചിരുന്ന് സ്പോട്ട് ഇംപ്രൂവൈസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കയ്യിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വിജയ് ചേട്ടൻ സമ്മതിച്ചിട്ടുമുണ്ട്. കുറേ വെട്ടികൾ. എന്നാൽ പിന്നെ പടത്തെ ഒന്നും കാണൂല കേട്ടാ. അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാനും സാറും ഗണപതി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതേ എളിയാ, വേറെ വേണ്ടാത്ത ക്യാപ്ഷനൊന്നും പിടിച്ചിട്ടളല്ലേ ഗേ ആണോ അല്ലെന്നൊന്ന് ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു ചേടൊരു പടവേ അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു നിങ്ങൾ ഇടുന്നതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലേ. ഓക്കെ. അമീൻ ബ്രോ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിന്ന് ഇപ്പോൾ സിനിമയിലേക്ക് ആ
ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു ജോബല്ല. അതിപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം, അപ്പോൾ പ്രേക്ഷകരിലേക്ക് എങ്ങനെ അത് എടുക്കും എന്നുള്ളത് നല്ലവണ്ണം വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കണ്ടന്റ് വെളിയിൽ കൊണ്ടുവരുന്നത്. അപ്പം പ്രേക്ഷകൻ ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്ത് അപ്പോൾ കാണുന്നത് വെച്ചു ആ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സിനിമ കയറി അങ്ങനെ ടോക്ക് അതൊരു ഇപ്പോൾ ഓർത്ത സിനിമകളിൽ അങ്ങനെ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ സിനിമയിലേക്ക് ഉപയോഗിക്കുന്നു മാർക്കറ്റിന് വേണ്ടി. അപ്പോൾ താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. അപ്പം ഇങ്ങനെ പ്രേക്ഷകർ പലപ്പോഴും ഇങ്ങനെ പല ജഡ്ജ്മെന്റിലാവുമ്പോൾ നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു മൂല്യം കിട്ടാതില്ല, അങ്ങനെ തോന്നലുണ്ടോ? ഇല്ല, ഈ സിനിമ എന്ന് പറയുന്നതും ഒരു കണ്ടന്റാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടന്റ് ഈ പറഞ്ഞ ഞാനാണെങ്കിലും സുബിനായാലും സനീഷനായാലും എല്ലാവരും ഈ കണ്ടന്റ് വീഡിയോസിൽ നിന്ന് എങ്ങനെയും സിനിമയിലോട്ട് എത്തുക എന്നുള്ള ഇതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിൽ കയറ്റുക, ഇവരുടെ ഫോളോവേഴ്സൊക്കെ പോയി തിയേറ്ററിൽ കാണും, എന്നിട്ട് ഇവർക്ക് ചെറിയ 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 പരിപാടി റോളുകൾ കൊടുക്കും. അപ്പോൾ പക്ഷേ ഈ പടത്തിൽ എന്തായാലും ഞാനത് ഉറപ്പിച്ച് പറയുകയാണ്. ഈ പറഞ്ഞ ഞങ്ങൾ 3 പേര് ഞാൻ നേരത്തെ സനീഷേട്ടൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സനീഷേട്ടനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ കൊടുത്തേക്കണത്. അപ്പോൾ ഞങ്ങളെ 3 പേരെയും ഈ പടത്തിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനോ വേണ്ടിയിട്ടോ അല്ല കാസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം എനിക്കാണേലും ഈ പടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ തന്നെ ചില സമയത്ത് നെറ്റിട്ടുണ്ട്, അതായത് വിധീഷേട്ടൻ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും വലിയ റോളൊക്കെ വെച്ചെൻ്റെ തലയിൽ തന്നേന്നുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ഈ കഥ എഴുതുന്ന തൊട്ട് നമ്മൾ ഒരു കണ്ണൂരിലുള്ള ഒരു ആക്ട്രസ് തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആ ലെത്തിൽ നോക്കുമ്പോൾ ഗണപതിയാണ് കണ്ണൂരിലെ ആക്ടർ. അവൻ കൃത്യമായിട്ട് അവൻ നമ്മുടെ സ്ലാങ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, അറിയാം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാഗറിൻ്റെ ക്യാരക്ടറിന് പകരം ഞങ്ങൾ വേറെയും ഒരുപാട് ആക്ടേഴ്സിന് പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ വേറെ കുറേ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇവർക്ക് ഓക്കെ പറയാം, എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടമായി പറയാം എന്ന് പറയുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, പിന്നെ എല്ലാവരും പിന്മാറും. അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സാഗറും അങ്ങനെ തന്നെയാണ്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, ചേട്ടാ പറയാമെന്ന് പറയുന്നു, മാറുന്നു. 1 മാസം കഴിഞ്ഞിട്ടാണ് സാഗർ ഇതിനകത്ത് വരുന്നത്. പിന്നീട് ഈ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സാഗർ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ അത് ഫുൾ അപ്പ് ചെയ്യണം, കുറച്ച് പണിയുണ്ട്. കാരണം അത് ചിലപ്പോൾ കൈമിന്ന് പാളി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാളും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടാണ് മിക്ക ആക്ടേഴ്സും അത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലെത്തുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് ഗണപതിനെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റിവീൽ ചെയ്യുന്നത്, ഇതുവരെ സമയം ഗണപതിയോട് പറഞ്ഞില്ല. ഗണപതിനെ നമ്മൾ ആ ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരും, പകരം ഗണപതിക്ക് പകരം വേറെ ഒരു പുതിയ ആളെ നോക്കാം എന്ന് നിൽക്കുന്ന സമയത്താണ് സാഗറിൻ്റെ കോള് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്ത അതേ രീതിക്ക് തന്നെ പിന്നെ പരിപാടി പോയി. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പേടിക്കണ്ട, പണി എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതൊക്കെ മേലൊരു പണി ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും. യെസ് യെസ്. ചോദ്യം മനസ്സിലായി. പക്ഷെ അത് ഇപ്പം ഇവിടെ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം നവാസ്ക മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു 6-7 മണിയോട് കൂടി ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് കഴിഞ്ഞിരുന്നു. ഞാനെന്നും റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ നിന്നാൽ കുറച്ച് പറയാനുണ്ട്. അത്രത്തോളം നീണ്ടു പോകണ്ട, അല്ല എന്തെങ്കിലും നമുക്കത് ഒഴിവാക്കാം, ടോപ്പിക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ പറയാം, കുഴപ്പമില്ലല്ലോ, പറയാമല്ലേ? ഓക്കെ. ഒരു 7 മണിയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞു. നേരെ ഞങ്ങളെല്ലാവരും അവരവിടെ റൂമിലോട്ട് പോയി. അപ്പോൾ തലേ ദിവസം നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റിംഗ് എന്തായാലും നമ്മൾ വന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും. ഇത് ഒരു പരിപാടി ഉണ്ട്. അന്ന് സാഗറും ഞാനും ഞങ്ങളൊക്കെ ഹോട്ടലിൻ്റെ താഴെ വെച്ചിട്ട് ഏകദേശം ഒരു 12 മണി രാത്രി വരെ സംസാരിച്ചു. നേരത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് പലയിടത്തും പോയി, പല ആൾക്കാരും ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ താഴെ മീറ്റ് ചെയ്തു, സംസാരിച്ച് റൂമിലോട്ട് പിരിഞ്ഞു പോയി. ഞാൻ ഈ സ്ക്രിപ്റ്റ് അന്ന് ഒന്നും ചെയ്തില്ല, അന്ന് അവിടെ വെച്ചു പോയി കിടന്നു. പക്ഷെ ഒരു 2 മണി ഉറക്കം വരുന്നില്ല. ഒരു 1:30 എഴുന്നേറ്റ് വീണ്ടും സ്ക്രിപ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ നവാസ്ഖാൻ്റെ പോർഷൻ നമ്മൾ ചെയ്ത് തീർത്ത് 3 ദിവസം ആ വീട്ടിൽ ഷൂട്ട് ചെയ്യാനുണ്ട് നവാസ്ഖാൻ്റെ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നി അതിന് 3 ദിവസം അവിടെ ഒരു ലാഗ് അടിക്കുന്നൊരു ഫീല് തോന്നി. എന്തെങ്കിലും ഇതിനകത്തൊരു ചേഞ്ച് വേണമെന്നുള്ളത്. രാത്രി തന്നെ ഇരുന്ന് ഏകദേശം ഒരു വെളുപ്പിന് 4 മണി 4:30 വരെ ഇരുന്ന് ആ സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തി 4 ദിവസം ഷൂട്ട് ചെയ്യേണ്ട പോർഷൻ ഒറ്റ ദിവസത്തേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീതേട്ടനെ വിളിച്ചു, ഈ ചേഞ്ചസ് പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ശ്രീതേട്ടൻ അത് ആദ്യം അത് വേണോ, അങ്ങനെ നമുക്ക് പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തു കൊടുത്തു.
എഡിറ്ററുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ശ്രീധരനും സുധീഷേട്ടൻ പറഞ്ഞു, സുധീഷൻ ആദ്യമേ പറഞ്ഞു അത് നല്ലതാണ്, എന്നാൽ പിന്നെ നോക്കിക്കോ. പിന്നീട് ശ്രീധരനും പറഞ്ഞു അത് ഓക്കെ ബെറ്റർ ആണ്, നമുക്ക് അങ്ങനെ നോക്കാം. അന്ന് നമ്മൾ വന്ന് എൻ്റെ മൊത്തം നമ്മുടെ ടീമിനെ മൊത്തം വിളിച്ചു, റൈറ്റർ ശ്രീഹരിനെ വിളിച്ചു. നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് ഈ 3 ദിവസം ചെയ്യേണ്ടത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുകയാണ് പരിപാടി എന്ന് പറഞ്ഞ് ആക്ടേഴ്സിൻ്റെ കയ്യിലും ഞാൻ സ്ക്രിപ്റ്റ് തലേദിവസം എല്ലാവരും കൊടുക്കായിരുന്നു. ഇവരോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ഇന്നും കൊണ്ട് തീർക്കുകയാണ് ഈ പരിപാടിയുടെ എന്നിട്ട്. അങ്ങനെ 3 ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ഞങ്ങൾ അന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർത്ത്. 6 മണിയാകുമ്പോൾ നമ്മൾ അന്ന് ഇവിടെ പോർഷൻ മൊത്തം കഴിഞ്ഞു. നവാസ് ഖാൻ്റെ ആണെങ്കിലും ഗണപതി ഇവരൊക്കെ പോർഷൻ കഴിഞ്ഞു. കുഞ്ഞികൃഷ്ണ മാഷ മാത്രം ചെറിയൊരു പോർഷൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം ഒരു 8 മണി വരെ പോയിരുന്നു. ആ സെറ്റിൽ വെച്ചിട്ട് 6 മണിക്ക് നവാസ് ഖാൻ നമ്മുടെ സെറ്റിൽ നിന്ന് പോയി 6:30 കൂടിയിട്ടാണ് തോന്നുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത്. അതൊരു വൻ ഷോക്ക് തന്നെയായിരുന്നു. എന്നിപ്പം നവാസ് ഖാൻ ഈ സ്ക്രിപ്റ്റ് തിരുത്തി ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നേനെ. അതെന്തോ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. എന്തോ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അതിനകത്തുണ്ട്. പിന്നെ പുള്ളിനെ വെച്ച് ചെയ്യേണ്ട പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞ് ഇരുന്ന് ചിരിക്കായിരുന്നു എന്ന് പറയുന്നു. കാരണം കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നവാസ്കറിൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് ചേട്ടാ ഉപ്പ ആക്ട് ചെയ്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ശ്രീധേട്ടൻ ഇങ്ങനെ വിളിച്ചു, ശ്രീധേട്ടാ എങ്ങനെ കുട്ടികൾ എങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ശ്രീധേട്ടൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും കാണിക്കുന്നുള്ളൂ. ഞാൻ കുട്ടികളെ കൊണ്ടുപോയി മക്കളോട് ചോദിച്ചു ഉപ്പാൻ്റെ ഏത് സീനാണ് കാണേണ്ടത്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് വിജയ് ചേട്ടാ, ആ സീനൊന്ന് കാണിക്കാൻ പറ്റുമെന്ന്. നിർഭാഷ നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ആ സീൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കുട്ടികൾക്ക് വേറൊരു സീൻ പറഞ്ഞ് ആ സീൻ കാണിച്ചു കൊടുത്തു. അവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതാണെന്ന് സംഭവിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. ഫാൻസ് അന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഭയങ്കര തൃപ്തികരമായിരുന്നു ഈ ക്യാരക്ടർ. അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. അതായത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരെടുത്ത് നന്ദിയും പറയാനുണ്ട് ഇങ്ങനത്തുള്ള രീതിയിൽ ക്യാസ്റ്റ് ചെയ്തതിലും. എന്തായാലും എനിക്ക് തൃപ്തികരമാണ്, വിജയ് ഷെട്ടിനും തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട പ്രൊഡ്യൂസേഴ്സും എല്ലാവരും പറഞ്ഞു തൃപ്തികരമാണെന്ന്. ഞാൻ എപ്പോഴും ചോദിക്കും, ഞാൻ അബിയെടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ ചോദിച്ചു, പുള്ളി ഇന്നലെ പ്രിവ്യൂ എന്തോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓക്കെ അല്ലേ, ക്ലൈമാക്സ് ഓക്കെ അല്ലേ, പരിപാടി ഓക്കെ, ടെൻഷനുണ്ട്, എന്നാലും തൃപ്തികരമാണ്. ശീതൽ, ഇപ്പോൾ ഒരു ഗേളിൻ്റെ ബോയ്സ് ഗാങ് എന്ന് പറയുന്ന ഒരു വേറൊരു ലെവലാണ്. അപ്പോൾ ഒരു മെക്രാണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേറെ മോഡാണ്. അപ്പോൾ അതൊരു ഒരു ഭയങ്കര പവർ കിട്ടിയൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗ്യാങ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പറായിരുന്നു. ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സെറ്റ് ഫണ്ണാക്കിയതും ഇവർ 3 പേരും തന്നെയാണ്. ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്താണെങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഇവർ 3 പേരായിരുന്നു ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അതിൻ്റെ ഒരു ഭാഗമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇപ്പോൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ അല്ലായിരുന്നു. നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര ഒരു ക്യാമ്പസ് ലൈഫ് മൂഡ് തന്നെയായിരുന്നു. ബാക്ക് ടു കോളേജ് വൈബായിരുന്നു. സാഗർ ബ്രോ, ഇപ്പം ബേസിക്കലി ഒരു ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ ബോയ്സ് ലൈഫാണല്ലോ എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ എപ്പോഴും സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഹോസ്റ്റലിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിലേക്ക് ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വലിയ അലമ്പൊന്നും കാണിക്കാൻ പറ്റില്ല. ആ അലമ്പുകളൊക്കെ ഈ സീനിലുണ്ട്. അപ്പോൾ ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിടാം. കാരണം നമുക്ക് എല്ലാ സിനിമകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. അതെല്ലാം കൂടി സിങ്കായിട്ട് വരണം. ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇതിലെല്ലാതും ദൈവം സഹായിച്ചെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നതാണ് നമ്മുടെ ടീമിൻ്റെ എല്ലാവരുടെയും വിശ്വാസം. സാഗരേട്ടാ, ഓ, ഇതിലിപ്പോൾ അമീൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സിനിമയിൽ ധ്യാൻ ചേട്ടൻ തഗ്ഗുകൾ കൊണ്ട് തഗ് രാജാവ് ധ്യാൻ ചേട്ടനെ വരെ ഒന്ന് വായടപ്പിച്ച ടീമാണ്. അതുകൊണ്ട് അവൊന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് കുറവാണ്. അല്ല, അത് പറയുമ്പോൾ തന്നെ വേറെ കാര്യം പറയാം. എനിക്ക് അന്ന് ഇൻ്റർവ്യൂസിൽ ഞാനും ധ്യാൻ ചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തగ్గടിക്കുമ്പം ഞങ്ങൾ ഇത് കണക്ക് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പം പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമൻറ്റുകൾ. അപ്പോൾ അതിനുശേഷം ഞാൻ സാഗറിൻ്റെ ഗണപതിയായിട്ടുള്ള സീനിയർ ആക്ടറിനെയൊക്കെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെയാണ് ഇരിക്കുന്നത് അല്ലേ. പക്ഷേ വേറെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൽ
ഈ പറഞ്ഞ പോലെ ഈ 3 കോംബോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കായാൽ മാത്രമേ അത് കോമഡീസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ക്യാരവണിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറ്. ഈ പറഞ്ഞ പോലെ ജൂനിയർ എന്തോ സീനിയർ എന്തോ എന്നുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട്. എനിക്ക് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ സെറ്റിൽ മറ്റേ സീനിയർ ജൂനിയർ ആ ഒരു പരിപാടിയെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറയണത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വാഹിദ് ഷിജേട്ടൻ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. സാഗറിൻ്റെയും വാഹിദിൻ്റെയും പേഴ്സണൽ മേക്കപ്പ് മാനാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ മേക്കപ്പ് മാനോ പരിപാടിയൊന്നുമില്ല. അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക, എൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം എല്ലാം കൊണ്ടും സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയ സെറ്റാണ്. അത് എന്തായാലും നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റും. സാഗരേട്ടാ, ഇപ്പോൾ സീനിയോറിറ്റി കൊടുത്ത് ഗണപതി ചേട്ടനായാലും സാഗരേട്ടനായാലും സീനിയോറിറ്റി കൊടുത്ത് വെച്ചെങ്കിലും നല്ല പണിയാട്ടോ എനിക്ക് ഗണുന്നത്. അതല്ല എന്നെ ഒന്ന് സേവ് ചെയ്തപ്പോൾ നമുക്ക് വെച്ചിട്ടുള്ള റിട്ടേൺ. ഓക്കെ, പറഞ്ഞു. അതല്ല, ലാസ്റ്റ് പ്രൊമോഷൻ പ്രകമനത്തിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി കുഡോസ് ചെയ്ത റീലിലാണെങ്കിലും 2 പേരെയും ചെറുതായിട്ടൊന്ന് സീനിയോറിറ്റി. അതെ 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 ഒന്ന്. അല്ല, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ അമീൻ ബ്രോ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം തഗ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടായി. അപ്പോൾ നിങ്ങൾ സീനിയേഴ്സ് എടുത്ത പ്രിക്കോഷൻ എന്തായിരുന്നു ഈ തഗ് പ്രതിരോധിക്കാൻ? ഗണു, നീ ഉത്തരം പറയുന്നോ ഞാൻ ഉത്തരം പറയുന്നോ? എനിക്കൊന്നും കിട്ടുന്നില്ലടാ. പ്രതിരോധിക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനെ ഒന്നാമത് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരേണ്ട ഒരു പരിപാടിയാണ് സിനിമ. അത്രേ പറയാനുള്ളൂ. അത് ഇവൻ അമീനുള്ള കാരണം കറക്റ്റ് അടിപൊളിയാണ്. കാരണം ഇവർ ആഴ്ചയിൽ ജനങ്ങളുടെ പൾസ് നോക്കി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇവരുടെ കൂടെ ഞാനിവനും പല തമാശനും സെറ്റിൽ നിൽക്കണില്ല, നമുക്ക് ഇവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റണമല്ലോ, ഒരു സിങ്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അമീനുള്ളത് ഭയങ്കര രസമായിരുന്നു. അവന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ ഹ്യൂമറാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെനിക്ക് മുന്നത്തെ സിനിമകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യും. ഗണുവിൻ്റെ കൂടെ അമീൻ്റെ കൂടെ ആണെങ്കിലും സുബിനണ്ണനും സനീഷേട്ടനും എല്ലാവരും. ശീതൾ വിട്ടുപോയി. അവരോടൊക്കെ ഇനി സിനിമയിലേക്ക് എൻട്രിക്ക് വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണ്? അല്ല, ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 3 കൊല്ലമായി. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ഈ പറഞ്ഞ പോലെ പണ്ട് ഞാനും ഓഡീഷൻ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതായിരിക്കും സിനിമയിലേക്ക് എത്താനുള്ളൊരു പെട്ടെന്നുള്ളൊരു മീഡിയം ഇത് തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും ഈ സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള മിക്കവരും റീലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇടുക. അപ്പോൾ കണ്ടൻറ്റ് വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്തായാലും അവരിലേക്ക് എത്തും. അങ്ങനെ തന്നെയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരായാലും ഈ പറഞ്ഞ ഹാഷറായാലും സുബിനായാലും എല്ലാവരും സിനിമയിലേക്ക് എത്തണം. പണ്ട് മിമിക്രി എങ്കിൽ നാടകമൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതാണ് സിനിമയിലേക്ക് എത്താനുള്ളൊരു എളുപ്പം മാർഗം. നല്ല പരിപാടികൾ ഇട്ടാൽ എന്തായാലും വിളിക്കും. ഇല്ല, ഒരിക്കലും. ഞാനത് എടുക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഞാനും നിഹാലും കൂടെ ആ കണ്ടൻറ്റ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഹൊറർ പരിപാടിയുടെ ഒരു കണ്ടൻറ്റ് ഒരു സ്ക്രിപ്റ്റാണ് സെറ്റ് ചെയ്തത്. പക്ഷെ അത് എടുത്തു വരുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് കണക്റ്റ് ആവും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഓക്കെ റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ട്. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത്. പക്ഷെ അതെല്ലാവരും അത്യാവശ്യം ഇപ്പം തന്നെ 10-60 ലക്ഷം ആൾക്കാർ കണ്ടു. ഇവർക്കും ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന കാര്യം. സാഗറിൻ്റെ അടുത്ത് ഞാൻ തലേന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ചെറിയൊരു കൊട്ട് ഞാൻ തരുന്നുണ്ട്, ക്ഷമിക്കണം. സാഗർ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, റീച്ച് പോട്ടെ എന്നായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെയും വേദനിപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശേഷം അടുത്ത ചിദംബരം മണം ഓൺ ആയിട്ടുണ്ട്. നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിൻ്റെ ഷൂട്ട് പൂർത്തിയായി. ഒരു ബാലനാണ് നായകൻ. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുള്ള സിനിമയാണ്. അതിലെനിക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷനിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു 90 ദിവസത്തെ ഷൂട്ടായിരുന്നു. വയനാട് തിരുനെല്ലി ഭാഗമായിരുന്നു എൻ്റെ മെയിൻ ലൊക്കേഷൻ. അതിന് എഡിറ്റ് നടന്നുകൊടുക്കുന്നു. ഈ വർഷം സിനിമ എന്തായാലും ഇറങ്ങുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു വലിയ പടമായിട്ടാണോ വരുന്നത്? അതിപ്പോൾ ജാനമൻ പോലൊരു സിനിമ ആയിരുന്നില്ല മഞ്ഞുമൽ ബോയ്സ്. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമയല്ല ബാലൻ. കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ടൊവിനോ അതിൽ ക്യാമിയോ റോളിൽ വരുന്നുണ്ട് എന്ന്. നിലവിൽ എന്താ പറയാൻ പറ്റും?
റൂമേഴ്സ് നല്ലതല്ലേ, അതൊക്കെ ഇങ്ങനെ വരട്ടെ. അതൊക്കെ സസ്പെൻസ് ആകുമ്പോഴല്ലേ എൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. വീണ്ടും ഒരു 100-200 കോടി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത. സ്ഥലം കുറവാണ്, ഞാൻ ഒരു പുതിയ വീടും കൂടെ വാങ്ങിക്കുന്നുണ്ട്. താങ്ക് യു. ഡയറക്ടറോടാണ് ചോദ്യം. അതായത് പ്രകമ്പനത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റ് ഒന്ന് ഇതായി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കമ്പാരിസൺ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടികപ്പിയായാലും അല്ലെങ്കിൽ രോമാഞ്ചമായാലും അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാജ ഹോട്ടൽ എന്ന് പറഞ്ഞ അഖിലനാരുടെ ടീം വരുന്ന ഒരു ഹോസ്റ്റൽ മൂവി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കമ്പാരിസൺ വരുമ്പോഴും ഇതിനപ്പുറം റിലീസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് റിവ്യൂയിങ്ങിനെയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂയിങ് അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ്ങിനെ ഭയപ്പെടുന്നുണ്ടോ? സിനിമ നന്നായെങ്കിൽ പിന്നെ ഇതിന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എൻ്റെ പ്രൊഡക്ഷനും ഇതിൽ ആക്ട് ചെയ്ത എല്ലാവർക്കും എന്തായാലും ആ ഒരു പേടിയില്ല. പിന്നെ പറയുന്നവർ പറയും, അതിനിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓരോരാളുടെ ജോലിയല്ലേ. റിവ്യൂസ് പറയാം, നെഗറ്റീവ് അറിയാം, പോസിറ്റീവ് അറിയാം. എനിക്ക് തോന്നുന്നു റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അവരുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടുക. പോസിറ്റീവ് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം എന്തിനും നമുക്ക് നെഗറ്റീവിനാണ് എപ്പോഴും ആൾക്കാർ അതിനെ ചകയുക. അപ്പം അതിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ല. പടം കണ്ടിട്ട് അത് അവർ തീരുമാനിക്കട്ടെ, അല്ലേ, ഡിസൈഡ് ചെയ്യട്ടെ നല്ലതാണോ മോശം. എന്തായാലും ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പടം വർക്കായിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ശ്രീധരനാണെങ്കിലും സുധീഷ് ചേട്ടനാണെങ്കിലും ഈ ചേട്ടനാണെങ്കിലും കാർത്തിക് സാറാണ്, കാർത്തിക് സുബ്രാജ് സാറാണ്, അവരൊക്കെ ഹാപ്പിയാണ്. എന്നെ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിനാണ് ഏറ്റവും വലിയ സന്തോഷം. അനാഷാൻ എങ്ങനെയാണ് ഒരു സിംഗറാണ്. നമ്മുടെ അത് പ്രൊമോ സോങ് നമ്മൾ പ്ലാൻ ചെയ്തു. അത് അദ്ദേഹം വന്ന് വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് പാടി. പുള്ളി അതിനകത്ത് നിന്ന് ചെറിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല റീച്ചിൽ തന്നെ ഇപ്പം സോങ് പോകുന്നുണ്ട്. ഇത് ഇന്നത്തോടു കൂടി നിർത്തുവാണത്. അതും വലിയൊരു മുന്നറിയിപ്പാണ്. നാളത്തെ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഒരു പരിപാടി കൊണ്ടുണ്ട്, നാളെ ഒരു കോളേജ്. ഇതോടുകൂടി ഞാൻ നിർത്തി. ഗിരിയേട്ടൻ ആയുസ് ഒരു ദിവസം കൂടി ഉള്ളൂ, നാളെ. അപ്പൊ അതിനുശേഷം ഇത് ചെയ്യുമ്പോൾ ഇതിൽ എങ്ങനെയെങ്കിലും എങ്ങനെ ഹിറ്റ് ആവാൻ പറ്റിയ ഡയലോഗ് വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ചിലപ്പോൾ ഹിറ്റ് ഏതെങ്കിലും ഒരു ഡയലോഗ് ഹിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു വർഷം പോവാൻ. അങ്ങനെ ഒരു ഹിറ്റ് അടിക്കണം. അല്ല, അതിനുള്ള കൊട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ കൊടുത്തത്. ഇനി അത് ചെയ്യാതിരിക്കട്ടെ. നമ്മളും അടുത്ത് ഇത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, അത്ര വലിയ പടത്തിൽ അത്രക്കുള്ളൊരു ഡയലോഗൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇത്ര എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഡയലോഗ്, കോളേജുകളിൽ പോകുമ്പോൾ പിള്ളേർ ഇത്ര ആവേശത്തോടെ പറയുന്ന ഡയലോഗ്, അത് ഈ ഫോണിൽ വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ കാണുന്നത് ഈ ഡയലോഗ് മാത്രം പറയുന്ന കട്ടുകൾ. പക്ഷെ നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം വേണ്ടത് ഗിരിയേട്ടൻ വിളിക്കണ എന്നെ സാഗരം എന്നല്ല, ഗിരിയേട്ടൻ എന്നാ അവർക്ക് വേണ്ടത് ആ ഡയലോഗാണ്. സോ ആൾക്കാരും പിള്ളേരുടെ ആവേശം കാണുന്നില്ല, ഇപ്പം ഡയലോഗ് പറയുന്ന മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ വിട്ടുപോകില്ല, ഇനിയും പറയേണ്ടി വരും. ഗിരിയേട്ടൻ അല്ലടാ, ഇതൊക്കെ എത്രയോ ആഗ്രഹിച്ച് തന്നെ എല്ലാ ആക്ടേഴ്സും കൊതിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നതും അതിലുള്ള ഡയലോഗ് ഹിറ്റ് ആവണമെന്ന് പറഞ്ഞ എല്ലാ ഡയലോഗിനും എന്തോ ദൈവം സഹായിച്ചത് ഹിറ്റായി. അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുള്ളൂ. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ്. ഇല്ലടാ, അങ്ങനത്തെ ഒരു വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. എത്രയോ ബോണസ് കിട്ടി. അതുകൊണ്ടാണ് കാര്യമില്ല. കാരണം ലാലേട്ടനെ എപ്പോഴും മീശോരിക്കും നമുക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. അതുപോലെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് കാണാൻ. അത് എത്രത്തോളം കാലം പോകുന്നോ അതങ്ങനെ പോകും, അല്ലേ? അതെ, പണി കിട്ടിയല്ലോടാ. അല്ല, അപ്പൊ അവന്റെ അവസ്ഥ അതാണെങ്കിൽ എന്റെ അവസ്ഥ അവനാ വിഷമം നല്ലോണം അറിയാം. അതാണ് ചാടിക്കറി പറഞ്ഞത്. അപ്പൊ അത് നമ്മളൊരു ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്കത് സന്തോഷം. ഞാനത് ഇപ്പോൾ എൻ്റെ എത്ര വർഷമായി, ഒരു ഓൾമോസ്റ്റ് 19-20 വർഷമായി. അപ്പം ഞാനതിപ്പോൾ പല സ്ഥലത്ത് ആവശ്യപ്പെടുമ്പോൾ പാടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വീണ്ടും നമുക്ക് പുതിയ എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അതിനെ നമുക്കൊരു ഹേർട്ട്ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിനൊരു പെയിനായിട്ടോ കാണുന്നുണ്ടല്ലോ. അതൊരു റെക്കഗ്നീഷനാണ്. അതെവിടെ പോയാലും ആൾക്കാർ നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു പാട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ടാണ്, ആ ഒരു കഥാപാത്രം കൊണ്ടാണ്. അതപ്പോൾ അത് ഇന്നും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ കണ്ടാൽ മതി.
എനിക്കറിയില്ല അത് അങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ടെക്നിക്കൽ സൈഡിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന കോറേറ്ററായിട്ടാണ് ജാനമിൻ്റെ. അതിനുശേഷം കാസ്റ്റിങ്ങിലും പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്തു. അതുപോലെ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഗണപതി, കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ താടി ഒടിച്ച് മീശ മാത്രമേ ലുക്ക് കണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നപ്പോഴാണ് ഗണ്ണു ഈ ലുക്കിൽ കാണുന്നത്. സോ എന്താണ് ഈ ലുക്കിന് ഇപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്? ഇത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ധൂമകേതു എന്ന് പറഞ്ഞൊരു സിനിമ, സജിൻ ഗോപുവും ഞാനും കൂടെ അഭിനയിക്കുന്ന, സുധി മാഡിസൺ ഡയറക്ഷൻ, ഹാപ്പി ഹവേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ ചെയ്തൊരു സിനിമ. അതിൻ്റെ ഭാഗമായിട്ടാണ് മീശ. അത് ഞാനിങ്ങനെ നമ്മൾ ഓരോ കോലത്തിൽ നിൽക്കണ്ടേ, ഓരോ വേഷങ്ങൾ, അതപ്പോൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മീശ. അത് പടം വരും. ഇവനെ കൊണ്ട് തോന്നില്ല. അല്ല, നമ്മളെല്ലാം ഏകദേശം ഒരേ വൈബായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അതുമല്ല, എല്ലാവരും ആദ്യമേ അറിയായിരുന്നു. അമീനും ഞാനുമായിട്ടൊക്കെ മുമ്പ് തൊട്ടേ പരിചയമുണ്ട്. അതെനിക്ക് ആദ്യമായിട്ട് എറണാകുളത്ത് വരുമ്പോൾ അഭയം തരണ സുബ്രഹ്മണ്യൻ്റെ. അതെ, നമ്മൾ ഒരുമിച്ചൊക്കെ നിന്ന്. അതുകൊണ്ട് എനിക്കങ്ങനെ സത്യം പറയാം, ഇതൊരു നമുക്ക് ഷൂട്ട് നടക്കുന്നത് ഒരു വലിയ സിനിമയാണ്, നാളെ ഇത് വലിയൊരു തിയേറ്ററിൽ എത്തുന്ന സംഭവമാണ്, അങ്ങനത്തെ ഒരു പേടിയോ ഒന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ പക്കയായിരുന്നു. നമ്മൾ വന്ന് ലാഗ് അടിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ ഞാൻ 1-2 സിനിമ ചിലതൊക്കെ നമ്മൾ പോയി പോസ്റ്റ് അടിച്ചിരിക്കും. പക്ഷേ ഇത് കറക്റ്റായിരുന്നു. ചെല്ലുന്നു, ചെയ്യുന്നു, ഒരു പക്ക ഒരു കറക്റ്റ് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എങ്ങനെ പോകണം, എങ്ങനെ തീർക്കണം, ഇന്ന് എത്ര എടുക്കണം എന്നൊക്കെ കറക്റ്റുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ പടം ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു. പിന്നെ ആ ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൊക്കേഷനിലെല്ലാം നമ്മുടെ സെയിം വൈബുള്ള കുറേ പയ്യന്മാർ, അറിയാമല്ലോ, പയ്യന്മാർ ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അല്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ആദ്യമായിട്ട് കാണുമല്ലേ. പിന്നെ എന്നോട് ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ കമലേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞ കാരവാനിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. അപ്പം പ്രൊഡക്ഷനിലെ ടീമും ഡ്രൈവേഴ്സൊക്കെ വെച്ച് ഭയങ്കര ഡൗട്ട് വർത്തായിട്ടുള്ള മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു അതിനുള്ളിരിക്കുക. അമ്മ തന്നെയാണ് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാട പോലെ. എന്നിട്ട് ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമല്ലോ, സാഗർ എങ്ങനെയാണ്? സാഗർ പാവം, അമീൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ എനിക്കറിയില്ല, ഗണപതി അങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ. പിന്നെ 10-18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്, സീനിയറാണ്. പക്ഷേ എനിക്ക് പൊതുവെ ഞാൻ ഈ വളവള സംസാരിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും ഇവർ പിന്നെ അനുഭവിച്ചു. ഞങ്ങളിപ്പോൾ ഡൈഹാർഡ് ഫാൻസാണ്, അല്ല ഫ്രണ്ട്സാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഗണു എന്നെ ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ ചിത്രത്തിലോട്ട് വിളിച്ചു. ആ ഒരു സന്തോഷം, വലിയ സന്തോഷം. ഇപ്പം ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ്. എന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്, അല്ലേ? ഓക്കെ. ഞാൻ വിചാരിക്കായിരുന്നു തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ വിജേഷ് എപ്പോഴാണ് 30-ന് അല്ലേ? 30-ന് ഇറങ്ങുന്ന ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. താങ്ക് യു. ലാസ്റ്റ് ചെയ്തത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. വൈറല്ല, എയറില്. നിങ്ങൾ ഞാൻ മുന്നേ പറയുന്നത് പിന്നെ പറയുന്നത് നിങ്ങൾ എടുക്കൂലല്ല. എല്ലാ ദിവസവും ഇപ്പം താരം എന്റെ ട്രോളി കണ്ടുക. ഡയറക്ടർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്ടർ, ഇപ്പോൾ സുബിൻ ചേട്ടൻ ക്യാരവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, കഴിഞ്ഞ സിനിമയിൽ ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻ ബ്രോ ഷോട്ടിൻ്റെ ടൈമിൽ വരും, അതുവരെ ക്യാരവനിലാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു? അതിന് മറുപടി ഒന്ന് കൊടുക്കണം, ഒന്നൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിന് കൊടുക്കേണ്ടതുണ്ട്, മറുപടി കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കണം, അത് കൊടുക്കേണ്ടതുണ്ട് എന്ന്. ഒരു സീൻ കഴിഞ്ഞിട്ട് നമ്മൾ കാരവനിൽ പോകുന്നല്ലേ പറഞ്ഞത്. ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ അടുത്ത സെറ്റ് ലൈറ്റൊക്കെ വന്ന് പൊളിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഷോട്ട് റെഡി ആകുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ആളെ വിളിക്കും, എന്തായാലും വിളിക്കാൻ പോകുമല്ലോ. അപ്പം കാരവനിൽ കാണില്ല. പുള്ളി
നമ്മൾ കൂടുതലും ഏകദേശം എനിക്കൊന്ന് 2 മണി 3 മണി വരെയൊക്കെ ഷൂട്ട് പോയിരുന്നു. അപ്പോൾ പുള്ളി ഈ സെറ്റിൻ്റെ എവിടെയെങ്കിലായിട്ട് ഒരു മൂലയിൽ ഒരു ചാക്കോ എന്തെങ്കിലും പേപ്പറൊക്കെ വിരിച്ച് ചുരുണ്ട് ഉറങ്ങുന്നില്ല. അത് കിട്ടുന്ന 10 മിനിറ്റോ 5 മിനിറ്റോ അത് സുഖകരമായിട്ട് അവിടെ നിന്ന് ഉറങ്ങും. കൂർക്കം വരി മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ആൾ ക്യാരവലിനൊന്നും അല്ല, ഫുൾ ടൈം അവിടെ ഇവിടെ കേട്ട് ചുരുണ്ട് കൂടി കിടക്കും. ആളെ സെറ്റിൽ വിളിക്കുന്ന പേര് സ്ലീപ്പിംഗ് സ്റ്റാർ എന്നാണ്. അത് ഈ ടീമിൽ എല്ലാവർക്കും അറിയും. അതെ, സ്ലീപ്പിംഗ് സ്റ്റാർ. അതിൽ ക്യാരവൻ കെട്ടത് ആദ്യം പടം കിട്ടിട്ട് അപ്പോൾ നമ്മുടെ പ്രസ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു.